ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കൂട്ടുതോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മിക്കവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ ബീനേഴ്സിനും അറിയാത്തവർക്ക് വേണ്ടിയും നമുക്കിതൊന്ന് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും പച്ചപ്പയറും വെച്ചിട്ടാണ് ഈ കൂട്ടുതോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ചേർത്തിട്ടും ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കെങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത്, 2 പച്ചമുളക് അതും ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇനി ഈ 3 കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അതിനു മുമ്പ് ഈ തേങ്ങയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ടത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടിത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണ്ട വറ്റൽമുളക് ആയതുകൊണ്ട് 3 എണ്ണമാണ് ചേർക്കുന്നത്. വറ്റൽമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പച്ചപ്പയറും 1 കപ്പ് ക്യാരറ്റും പിന്നെ ചെറുതായി മുറിച്ചെടുത്ത 2 ടേബിൾ സ്പൂൺ സവാളയാണ് ചേർക്കുന്നത്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോവരുത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ വേവായിട്ടുണ്ട്. ഇത് അധികം വെന്ത് പോവരുത്, വെന്ത് കുഴഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ടുണ്ടല്ലോ, നമ്മൾ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്തെടുത്തത്, അത് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.